ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗെയിമിംഗ് കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പിലൊക്കെ കണ്ടുവരുന്നൊരു കീബോർഡാണ് RGB കീബോർഡ്. അപ്പോൾ ഈ ഒരു RGB കീബോർഡ് നമ്മൾ മൊബൈൽ ഫോണിൽ കൊണ്ടുവന്ന് എങ്ങനെയുണ്ടാകും, സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മളെ LED കീബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മളോട് ഒരുപാട് പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ജസ്റ്റ് എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മളെ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള കീബോർഡിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് Keybord ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് തരും. സോ നമ്മളതൊന്ന് മാറ്റി LED കീബോർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്കിവിടെ ഒരുപാട് കീബോർഡിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് കാണുന്ന RGB LED എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സോ നിങ്ങളെ കീബോർഡ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന ഒരു പ്ലസ് ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ സെലക്ട് ചെയ്ത കീബോർഡിൻ്റെ കസ്റ്റമൈസേഷനാണ്. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ RGB കീബോർഡിലേക്ക് ആവശ്യമായ കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെ കീബോർഡിൻ്റെ കസ്റ്റമൈസേഷനെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന OK ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. തുറന്നു വരുന്ന സ്ക്രീനിൽ എല്ലാം സേവ് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ, നമ്മളെ RGB കീബോർഡിൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് RGB കീബോർഡ് ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഈ ഒരു കീബോർഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.